എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തയ്യാറായിക്കോളൂ. നമ്മളെ കുടുകുട ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു കലാകാരനും കുടുംബാംഗങ്ങളുമാണ് ഇന്നത്തെ കുടുംബവിശേഷത്തിലെ ബന്ധുക്കൾ. മറ്റാരുമല്ല, 30 വർഷമായിട്ട് മിമിക്രി രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരു കലാകാരൻ. നക്ഷത്രത്താരാട്ട്, പട്ടാഭിഷേകം, കുസൃതി, മാന്നാർ മത്തായി സ്പീക്കിംഗ് തുടങ്ങി 10ഓളം ചിത്രങ്ങളിലൂടെ ഒരുപാട് മിമിക്രി വേദികളിലൂടെ ഏഷ്യാനെറ്റിലെ ഒരുപാട് സിനിമയിലൊക്കെ ഈ മുഖം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. സിനിമയിൽ ഇദ്ദേഹം യേശുദാസിന്റെ ഫിഗർ കാണിച്ച കൈയടി മേടിച്ച ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. വളരെ അതുല്യനായ ഈ കലാകാരൻ, അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ഫൈസി സംഗീതം ഐച്ഛികമായിട്ട് പഠിച്ചതാണ്, എങ്കിലും പാടൂല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ 30 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഈ ഫീൽഡിൽ സജീവമായി നിൽക്കാനുള്ള എല്ലാ താങ്ങും തണലും നൽകിയത് ഈ ഭാര്യ തന്നെയാണ്. ഇവരുടെ ഏക മകൾ അനുജ ഇപ്പം BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് SBIയിൽ പോസ്റ്റിംഗ് ആയി നിൽക്കുകയാണ്. എവിടെയാണ് എന്നുള്ളത് ലെറ്റർ കിട്ടിയിട്ടില്ല. അനുജ അച്ഛൻ്റെ അതേ പാത തന്നെയാണ്. മിമിക്രി, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, ഒപ്പന, ഫോക്ക് ഡാൻസ് എന്ന് വേണ്ട സകല കാര്യങ്ങളിലും സ്കൂൾ കോളേജ് തലങ്ങളിൽ സമ്മാനാർഹയാണ് അനുജ. നമ്മുടെ ഒരുപാട് കോമഡി ഷോകളിലും സ്കിറ്റുകളിലും എല്ലാം ഈ മുഖം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തിന്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള സീരിയലിലെ SI സാറാമ്മ അത് തന്നെയാണ് ഈ അനുജ. ഇവരുടെ ഒപ്പം ഇദ്ദേഹത്തിന്റെ ഉമ്മ ജമീല. ഇവരാരും പാടില്ലെന്ന് പറഞ്ഞാലും ഉമ്മ അതേ പാട്ടൊക്കെ പാടാൻ റെഡിയായി റിഹേഴ്സൽ എടുത്തിരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം ഈ ബന്ധുക്കളെ നമ്മുടെ കുടുംബവിശേഷത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ആദ്യമേ ചോദിക്കട്ടെ, 30 വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ അത്ഭുതമുള്ളൊരു കാര്യമാണ്. പലരും പയറ്റ് തോറ്റ് പിന്മാറുന്ന ഒരു ഫീൽഡാണിത്. അങ്ങനെ നിലനിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണത് സാധിക്കുന്നത്? ഞാനത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ തുടങ്ങി. കോളേജ് പഠിക്കുമ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അന്ന് ഈ മിമിക്രി ഒന്നും വളരെ പ്രചാരമില്ലാത്തൊരു കാര്യമാണ്. മോണോ ആക്ട് എന്നും പറഞ്ഞാണ് അവതരിപ്പിച്ചത് കോളേജിടെ. അപ്പോൾ അവർ പറഞ്ഞ പ്രേംനസീറിന്റെ ശബ്ദം, കേപ്പിന്റെ ശബ്ദം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ. പിന്നെ അതറിഞ്ഞ് പിന്നെ ഓരോരുത്തർ ഉത്സവ പറമ്പിലൊക്കെ വിളിച്ചുകൊണ്ടുപോയി. പിന്നെ അത് പ്രൊഫഷനാക്കി മാറ്റി. അല്ല, തുടക്കം അങ്ങനെ ആയിരുന്നില്ല. കൂട്ടുകാരോട് കഥ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് അവര് തന്നെ ഒരു കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെ ഒരു മിമിക്രി കലാകാരൻ. അതെങ്ങനെയാന്ന് പറഞ്ഞാല് ഈ സിനിമ കണ്ടിട്ട് എന്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ നടന്നു പോകുന്ന വഴി എന്റെ കൂട്ടുകാരനടുത്ത് കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ അവര് ഈ പിന്നെ കഥാപാത്രങ്ങൾ നടന്മാരൊക്കെ പറയുന്ന അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നസീർ പറയുന്നു, അവിടെ പോയെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ KP ഉമ്മർ അവിടെ തിരിച്ചടിക്കും, നീ ആരാടാ ചോദിക്കാൻ, അങ്ങനെ കഥ പറഞ്ഞ് വന്നു. അപ്പോൾ അത് പിന്നെ എനിക്കൊരു ശീലമായി. അത് പിന്നെ ഒരു മോണോ ആക്ട്, ഒരു ഐറ്റം എന്ന് പറഞ്ഞ പ്രേംനസീറിന്റെ ശബ്ദം, KP ഉമ്മറിന്റെ ശബ്ദം. അങ്ങനെ ഇതിനൊരു പാരമ്പര്യമുണ്ട്. പാട്ടുപാടാൻ റെഡിയായിരിക്കുന്ന ഉമ്മയിൽ നിന്നാണ് അത് കിട്ടിയത്. ഉമ്മയ്ക്ക് ഇതിനോടൊക്കെ ക്രേസ് ഉണ്ടായിരുന്നു. ഉമ്മ പാടും. ഉമ്മയുടെ വാപ്പ പാടുന്നത് പണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ ഉച്ചത്തിൽ പാടും. അപ്പൊ ഉമ്മയും പാടും. പിന്നെ ഉമ്മക്ക് സിനിമാ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. സ്ഥിരമായ സിനിമ കാണാൻ പോകുന്ന. അപ്പൊ അങ്ങനെ ഞാനും കൂടെ പോവും. അങ്ങനെ എന്റെ ഭാഗ്യമാണ്. വീട്ടിലെപ്പോഴും ചിരിയായിരിക്കുമല്ലോ അല്ലേ? തമാശ ആണോ? സാധാരണ പല മിമിക്രിക്കാരുടെ വീട്ടിൽ പോയപ്പോഴും വീട്ടിൽ അവര് വളരെ ഗൗരവമാണെന്നാണ് കേട്ടോ കേട്ടത്. അതുകൊണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കും ഓരോ നടന്മാരുടെ. ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആണോ? പിറവേ നടന്നിട്ട് ഇത് പറയുന്നത് ഒരു സംഭവം, ഒരു കോമഡി, ഒരു സ്കിറ്റ് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാല് ഇത് എങ്ങനെയുണ്ട് ഒന്ന് കേട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് കേൾപ്പിക്കും. അപ്പൊ നമ്മൾ എഴുതിയ അതിൽ ത്രില്ലിൽ നിന്ന് എഴുതിയിട്ട് നല്ല രസമാണെന്ന് തോന്നുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുക്കള ഞാൻ പറയും പിന്നെ ചെയ്താൽ മതി, വാ ഇതൊന്ന് കേട്ടു നോക്കുന്നു പറയും. അവിടെ ചിരിച്ചാൽ ഓക്കെ ആയി. അഭിപ്രായം പറയാറുണ്ടോ? അതൊക്കെ കേട്ട് തിരുത്താനായിട്ട് പറയാറുണ്ടോ? അങ്ങനെയുള്ള കാര്യം കൊള്ളത്തില്ലേ അത് പറയപ്പോഴത് ശരിയാകത്തില്ല. സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? പറഞ്ഞാൽ മതിയല്ലോ അല്ലെ? അല്ല, വീട്ടിലെപ്പോഴും ചിരിയാണ്. നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പൊ ദേഷ്യം വരൂലേ? ദേഷ്യം ചിലപ്പോ അതൊരു കാര്യം വരൂല എന്നുള്ളത് അല്ലെ? അച്ഛന്റെ ഈ ഒരു കുട്ടിക്കാലം തൊട്ടേ കണ്ടും കേട്ടും വളർന്നത് ഇതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനോടൊരു താല്പര്യം തോന്നിയതാണ്. അച്ഛൻ തന്നെയാണ് കുട്ടിക്കാലത്ത് തൊട്ടേ എനിക്ക് സ്കൂളിലായാലും ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലായാലും മോണോ ആക്ട്, മിമിക്രി ഇതെല്ലാം അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ച് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് വളർന്നപ്പോഴാണ് അതിലേക്ക് എനിക്കും കൂടെ ഒരു ഇൻട്രസ്റ്റ്. ആദ്യമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും അച്ഛന് വേണ്ടി ചെയ്യും. പിന്നെ എനിക്ക് അതിൻ്റെതായ ഒരു ഇൻട്രസ്റ്റും വന്നു. അടിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മോണോ ആക്ട്, മിമിക്രിയൊക്കെ. അയ്യോ, മടലൊക്കെ എടുത്ത് അടിച്ചോ പഠിപ്പിച്ചിട്ടുണ്ട്. അടിച്ചോ? ഇവിടെ ഞെട്ടലോടെ ചോദിക്കണു. അത് കുട്ടിക്കാലത്ത് എപ്പോഴും അങ്ങനെയാണ്. അച്ഛന്മാര് ഒരു ട്രാക്കിലാക്കുന്നത് വരെ നല്ലോണം അല്ല, എന്നാലല്ലേ അവർക്കും അതിനോടൊരു താല്പര്യം തോന്നി തുടങ്ങുള്ളൂ അല്ലെ? അങ്ങനെയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ സ്കൂളിൽ മത്സരിച്ചത്. കോളേജ് ആയപ്പോ പിന്നെ എനിക്കും അതിന്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചൊന്നും പഠിപ്പിക്കേണ്ടി വന്നില്ല. ഞാനും വാപ്പ പഠിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ്റെ കൂടെ പ്രോഗ്രാംസിന് പോകുമായിരുന്നു കുട്ടിക്കാലത്ത്? കുട്ടിക്കാലത്ത് പോയിട്ടില്ല. ഞാൻ ഈ സീരിയൽസ് ചെയ്തതിന് ശേഷം ഷോസ് ഒക്കെ ചെയ്യാൻ ഗൾഫിൽ പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ.
അച്ഛന്റെ ഒപ്പം സ്കിറ്റ് ചെയ്തു? സ്കിറ്റും ചെയ്യും, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. സ്വന്തമായിട്ട് തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് ചെയ്യുന്നതാണോ? ചെയ്യുന്നില്ല. ആണല്ലേ. ഉമ്മ എന്തുണ്ട് വിശേഷം? എൻ്റെ മോൻ്റെ 12 വയസ്സിൽ തുടങ്ങിയതാവും മിമിക്രി. അവനെടുത്ത് പോവണ്ട, വാപ്പ അടിച്ച് ഒക്കെ ചെയ്തിട്ടും അവൻ അതിനകത്തത് ഫൈറ്റ് ചെയ്ത് വന്നതാണ് അല്ലേ? സപ്പോർട്ടായിരുന്നു അന്നേ? എനിക്ക് ഇഷ്ടമാ. എൻ്റെ മോനിക്ക് നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അയ്യോടാ. അതെല്ലാം എനിക്കാ കൊണ്ട് തരുന്ന. അതെയോ? മുല്ലപ്പൂ മാല അതെല്ലാം ഞാൻ ഈ പെമ്മക്കളാ അവരെയൊക്കെ തലയിൽ ചീപ്പി വെച്ച് കൊടുക്കും. എനിക്ക് വലിയ വാസന. അന്നേരം ഭർത്താവിന് ഇഷ്ടമല്ല, വഴക്ക് പറയും. ഒളിച്ചായിരുന്നു ആദ്യകാലങ്ങളിലുള്ള വഴക്ക് പറയുന്നത് എന്താ, അവൾക്ക് ഇതാ ഇഷ്ടം, അവളമ്മ വേറെ പഠിക്കണ്ട, മിമിക്രി പഠിക്കുന്ന ഇഷ്ടം. ഒക്കെ പൂവൊക്കെ കിട്ടിയാൽ മതി, അവളെ മക്കളെ തലയിൽ വെക്കാം. വഴക്കൊക്കെ ഞാനാ കേൾക്കുന്നത്. എന്റെ മോനിക്ക് ആ ഇഷ്ടം, എനിക്ക് അതാ ഇഷ്ടം. 10 മക്കളല്ലേ? 10 മക്കളില് മൂത്ത മോന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇഷ്ടം, ബാക്കി ആർക്കും ഇങ്ങനത്തെ താല്പര്യങ്ങളില്ല. അപ്പൊ പിന്നെ അവർക്കൊന്നും പാപ്പയുടെ നടി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? മോനിക്കേ ഉള്ളു. എനിക്കത് വലിയ ഇഷ്ടമാ. എങ്ങനെ മനസ്സിലായി? എന്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്ത് നോക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു? പറയുന്നതൊക്കെ കേൾക്കും, പറയുന്നതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നതൊക്കെ എന്തോന്ന് പറയുമായിരുന്നു കുട്ടിക്കാലത്തൊക്കെ? ആരെയൊക്കെ? എല്ലാരും ഈ നസീറിന്റെയും പിന്നെ ജയന്റെ എല്ലാം പറയുന്നതൊക്കെ കേൾക്കും അവന്. ഉമ്മക്കൊക്കെ അവരെ അറിയുകയും ചെയ്യും, കാരണം സിനിമ ഭ്രാന്തുണ്ടായിരുന്നു. പാട്ട് പാടും, കരിയ പാട്ട് പാടുകയൊക്കെ ചെയ്യും. ശരി. അപ്പം ഉമ്മയും മോനും കൂടെ ആണോ ബാപ്പ അറിയാതെ സിനിമയ്ക്കൊക്കെ പോണേ? അതും ബാപ്പ അറിയൂലേ? ബാപ്പ അറിയാതെ പറഞ്ഞു വിടുന്ന തന്നെ. അതെ, അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നെന്ന് പറയും. എന്നിട്ട് സിനിമയ്ക്ക് പോവോ? ആരുടെ സിനിമയോടായിരുന്നു ക്രൈസ്? ധൈര്യമായിട്ട് പറയുന്നതെന്നറിയാം, ബാപ്പ മരിച്ചുപോയി. അല്ലെങ്കിൽ ഇത്ര ധൈര്യം വരില്ല. അല്ല, ആരുടെ സിനിമ കാണലായിരുന്നു? നസീറാക്ക, ഇവരെല്ലാം സിനിമ ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പൊ മകൻ ആരുടെ ആദ്യ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്തെ ആരെ അനുകരിച്ച് കാണിക്കുന്നതായിരുന്നു ഇഷ്ടം? എനിക്ക് ജയന്റെ നസീർ. ജയൻ മരിച്ചപ്പോ അവൻ വിളിച്ചു പറഞ്ഞു, ഗൾഫിലായിരുന്നു. എനിക്ക് ഭയങ്കര പ്രയാസമായിപ്പോയി. ഞാൻ ആരും മരിച്ചിട്ടും കരഞ്ഞിട്ടില്ല, ജയൻ മരിച്ചവൻ പൊട്ടി കരഞ്ഞുപോയി. അയ്യോ, എന്തൊരു ആരാധന! അത്ര ഇഷ്ടമാണ് എനിക്ക് ജയന്റെ കൂടെ. ആണല്ലേ? അപ്പൊ മകൻ ജയന് ആയിട്ട് കാണിക്കുന്ന സമയത്തൊക്കെ കരയൂ? കാണിക്കുമ്പോ പ്രയാസം വരും. അല്ല, വീണ ഒരു രംഗം ഉണ്ടല്ലേ, എന്തുവാ പട്ടത്തിന്റെ പേര്? അതില് ഭയങ്കര പ്രയാസമായിപ്പോ. എനിക്ക് 2-3 ദിവസം ഭയങ്കര സങ്കടമായിരുന്നു. അല്ല, ജയൻ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നായിരുന്നു. ഇപ്പൊ ജയന്റെ അമ്മയ്ക്ക് അറിയാം, ആരോ പറഞ്ഞു കൊടുത്ത് ഞാൻ. അപ്പൊ അങ്ങനെ ജയന്റെ അമ്മ എന്നെ വിളിപ്പിച്ച് എന്നെ കൊണ്ട് ജയന്റെ ശബ്ദം പറയിപ്പിച്ച്, എന്നിട്ട് പുള്ളി ജയന്റെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. ഉമ്മ ഇപ്പൊ കരയരുത്, ജയനെ ഒന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ, കരയരുത്. ജയന്റെ ശബ്ദം. മലനാട്ടിലെ 41 കളരികൾക്ക് മുടയവനായി, തുളുനാടൻ മേൽക്കളരിക്ക് ഗുരുക്കളായി കടത്തനാട്ടിന്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്ന പൊന്നിയത്ത് പരുന്തിങ്കൽ ഇറ്റലി ഇടപണിക്കര എൻ്റെ ഏട്ടന്റെ പ്രത്യംഗങ്ങളിൽ നിന്നും ഞാൻ ഈ വാൾ ഏറ്റുവാങ്ങട്ടെ. കോട്ടയ്ക്ക് ചേർന്ന ഈ പടവാൾ സത്യവും ന്യായവും ധർമ്മവും നീതിയും പുലർന്നു കാണാൻ വേണ്ടി മാത്രം എൻ്റെ കൈകളിൽ ഇരിക്കട്ടെ. ഇത് സത്യം, സത്യം, സത്യം. പക്ഷേ ഇത് കറക്റ്റ് ഡയലോഗ് പറഞ്ഞ. പക്ഷെ ജനങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞാല്, 5 ഇഡ്ഡലി കിട്ടിയിരുന്നെങ്കിൽ എന്റെ ചുവന്ന ഷർട്ടിന് ബട്ടൺസ് തയ്ക്കാമായിരുന്നു. അങ്ങനെ കേൾക്കുന്നതാണ് ജനങ്ങൾ. അതാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ആൾക്കാർക്ക് അത്തരം ഡയലോഗ്സ് ആണ് താല്പര്യം. ഞാൻ പറഞ്ഞ തച്ചോളി എമ്പോ എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ്, അത് പുള്ളി പറഞ്ഞ അതേപോലെ അനുകരിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് വളരെ സജീവമായിട്ട് ഇതൊരു പ്രൊഫഷനായിട്ട് കണ്ടു തുടങ്ങിയത്? പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് എന്നെ ഇപ്പൊ ഞാൻ ഈ മിമിക്രി പറയുന്നുണ്ട് എന്ന് അറിഞ്ഞ് എന്നെ ഒരാൾ വിളിച്ചോണ്ട് ഒരു പ്രോഗ്രാം അന്ന് തൊട്ട് ഞാൻ പ്രൊഫഷണലാക്കി മാറ്റി. ശരി, വിളിച്ചോണ്ട് പോയി പ്രോഗ്രാം തരിക. കാര്യം പിന്നെ നമ്മുടെ അമ്പലത്തിലെ പരിപാടിയുണ്ട് സ്ഥിരമായിരുന്നു ദിവസം. അപ്പൊ തന്നെ അത് അന്ന് വളരെ തുച്ഛമായ പൈസയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്ന് അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കയ്യടി കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അതറിഞ്ഞ് അടുത്ത അമ്പലക്കാർ വന്നു. അങ്ങനെ അമ്പലപ്പറമ്പുകളായിരുന്നു അല്ലേ കൂടുതലായിട്ട്? കേരളത്തിലെ മിക്കവാറും എല്ലാ ഉത്സവ പറമ്പുകളിലും അങ്ങ് അവിടെ നിന്ന് തെക്കോട്ട് വടക്ക് വരെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രോഗ്രാം. ഉമ്മ സങ്കടപ്പെട്ടിരിക്കണം. ഉമ്മയുടെ ഒരു പാട്ട് കേൾക്കട്ടെ, അപ്പൊ നമുക്ക് സന്തോഷാവും. കായിലരുകത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. കണ്ണിനാണെന്റെ കരളിൽ ഉരുളിയൽ എണ്ണ കാച്ചിയ നൊമ്പരം,
കൽബിലറിഞ്ഞപ്പോ ഇന്നു നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. വേറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ. നെച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെന്നെഞ്ചിലായി. തങ്കം പോലുള്ള പെണ്ണവൾ തനി തങ്കം തന്നെ അവൾ അണിയണ്ടേ? 85 വർഷത്തെ പരിശുദ്ധ സ്വർണ്ണ പാരമ്പര്യം. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്? 2 ആഴ്ചയായിട്ട് 2 നേരവും ആഹാരത്തിന് മുമ്പ് സ്മാർട്ട് ലീൻ കഴിക്കുന്നുണ്ട്. വെയിറ്റ് ചെക്ക് ചെയ്തു, നല്ല കുറവുണ്ട്. ഇനിയുള്ള 15 ദിനങ്ങൾ ശരീരഭാരം കുറയ്ക്കുവാനുള്ളതാവട്ടെ. ശ്രീധരീയം സ്മാർട്ട് ലീൻ. Little things you do for me and nobody else make me feel good. The little things you do for me, making me smile when no one else could. That's why I like to sit next to you. The little things you do. മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. പുതിയ കാഡ്ബറി ഡയറി മിൽക്ക് ഷോട്ട്സ്, ചോക്ലേറ്റിന്റെയും പാലിന്റെയും